പത്മജ ഇപ്പോൾ ഈ കുറച്ചാൾ ഇവിടെ നമ്മുടെ നാട്ടിലില്ലായിരുന്നു. ഇപ്പം നമ്മളിവിടെയൊക്കെ ഇപ്പോഴും ഈ ഈസ്റ്റ് യൂറോപ്പ് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ, വിശേഷിച്ചും ഈസ്റ്റ് യൂറോപ്പ് നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ യൂറോപ്പ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് ബിംബങ്ങൾ, ഒന്ന് ഈ നാസിയും പിന്നെ ഒന്ന് അതിനുശേഷമുള്ള റഷ്യയും ആണത്. ഇപ്പോഴും അവിടെ നമുക്ക് പോയിട്ട് വരുന്ന ആൾക്കാർ എല്ലാവരും തിരിച്ചു വന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഈ നാസിയുടെ കാലഘട്ടത്തെക്കുറിച്ചും അതേപോലെ റഷ്യയുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പത്മജ സ്ലാവിയാക്കിൽ പോയിരുന്നു, ചെക്കിൽ പോയിരുന്നു, പിന്നെ പോളണ്ടിലും പോയിരുന്നു. പോളണ്ടൊക്കെ നിൽക്കുമ്പോൾ മറ്റേ ഈ സന്ദേശം സിനിമ വന്നതിന് ശേഷം പോളണ്ട് നിൽക്കുമ്പോൾ വേറൊരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചാലും ചെന്നത് കേട്ടോ, ഞാൻ പറയാം, ചോദിച്ചോളൂ. അല്ല, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പോഴും നമ്മളെ ആ ഹിസ്റ്ററിയാണോ നമ്മളെ അവിടെയൊക്കെ നമ്മളെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് അവിടെ സന്ദർശിക്കുമ്പം, അതോ ഈ മാറിയ ആ ഒരു ഈ അന്തരീക്ഷത്തിലുള്ള? ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടോ, എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. നാസി ടോർച്ചർ ക്യാമ്പുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ കുറേ ദിവസത്തേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ ജൂതന്മാരെ പീഡിപ്പിച്ചിരുന്നത്, അവരെ രക്തമൂറ്റിയെടുത്തിട്ട് കൊല്ലുന്നത് എങ്ങനെയാണെന്ന്. വണ്ടി വന്നിറങ്ങുമ്പോൾ അവർ സെഗ്രിഗേറ്റ് ചെയ്യാണ്, ഇനി ഇവരെ കൊണ്ടൊരു ഉപയോഗമില്ല, അങ്ങനെയുള്ളവരെ നേരെ തന്നെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. മറ്റുള്ളവരെ ശരിക്കും പിഴിഞ്ഞ് ജോലി ചെയ്യിച്ച് പിഴിഞ്ഞ് രക്തം വറ്റി മൃതപ്രായരാകുമ്പോൾ കൊല്ലാൻ വിടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവസാനത്തെ അത്താഴം നമ്മൾ കേട്ടിട്ടുണ്ട്, അവസാനത്തെ കുളിയാണ്. കുളിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ പരിപൂർണ്ണ നഗ്നരാക്കി ഈ ഗ്യാസ് ചേമ്പറിലേക്ക് വിടുകയാണ്. വസ്ത്രവും എല്ലാം മൂരി വെച്ച്, അതൊറ്റ കുളിയുള്ളൂ. ദിവസമൊന്നും കുളിയില്ല. വർഷങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അവർ എത്ര നാൾ അവിടെ ഉണ്ടോ, ആ ക്യാമ്പിലുണ്ടോ, അപ്പോഴൊന്നും കുളിയില്ല കേട്ടോ. കുളിക്കുക എന്ന് പറയാൽ പിന്നെ അവർ തിരിച്ചു വരുന്നില്ല, അവരെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ കുളിച്ചിട്ട്. കാരണം പിന്നെ ആ ഗ്യാസ് ചേമ്പറിൽ ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. തലമുടി വരെ വെട്ടിയെടുത്തിട്ട് അത് വച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ മരിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഷൂസ്, ചെരുപ്പ്, കണ്ണട, ഈവൻ കാലിപ്പേഴ്സ്, കാലിലൊക്കെ ഇടുന്ന നമ്മളുടെ ഓരോ അവയവങ്ങളുണ്ടല്ലോ, അതുവരെ, പല്ലുകൾ വരെ ഊരിയെടുത്തിരിക്കുന്നു. ഞങ്ങളവിടെ ഒരു റിവറിൽ കൂടെ പോകുമ്പോൾ കൊല്ലുന്നതിന് മുമ്പ് ഷൂസ് ഊരിയെ വെക്കാൻ പറയും. ആ ഷൂസിൽ ഈ ജൂതന്മാരുടെ ആകുമ്പോൾ നല്ല ഒരു വെൽ ഓഫാണ്, നല്ല ലെതർ ഷൂസൊക്കെയാണ്. ഷൂസ് ഊരി കരയിൽ വയ്പ്പിച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് റിവറിലേക്ക് ഇടുന്നത്. ഡാന്യൂബ് റിവറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മോണുമെൻ്റ് ഉണ്ട് അവിടെ. ഷൂസ് അത്ര വരെ ഒരു മനുഷ്യൻ്റെ കണ്ണാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് വച്ചിട്ടാണ് ഇവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്നത്. കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പോലും അത്രയും മൃഗീയമായി ഉപദ്രവിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവർക്ക് കാണിച്ചു തരുന്ന ഒരു 5x5 സ്ക്വയറുള്ളൊരു സ്ഥലത്ത് 3 തട്ട് ഇങ്ങനെ 3 തട്ടിൽ കിടക്കുകയാണ്. 6 പേര് വീതമാണ് കിടക്കുന്നത്. എങ്ങനെ കിടക്കും? എങ്ങനെ അവർക്ക് കിടക്കാൻ പറ്റും? 5x5 സ്ക്വയറുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് 6 പേർക്ക് കിടക്കാൻ പറ്റുക? ഒരടി പോലും നമുക്ക് കിട്ടില്ല കിടക്കാനായിട്ട്. ചെരിഞ്ഞൊക്കെ വേണം നമ്മൾ കിടക്കാനായിട്ട്. ഉപദ്രവിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ ടോർച്ചർ ക്യാമ്പ്സിൻ്റെ ഓരോ തരത്തിലുള്ളത് കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. മരണമാണ് അനുഗ്രഹം. അത്രയും ഇവരെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യിപ്പിക്കുക. 24 മണിക്കൂറുണ്ടെങ്കിൽ 23.5 മണിക്കൂർ ബാത്റൂം പോലും മര്യാദയ്ക്കുള്ളൊരു ബാത്റൂം ഇല്ല. അവർക്ക് പല്ല് തേക്കാനോ മുഖം കഴുകാനോ ഒന്നും ഒരു സാധ്യതയില്ല. ഈ കൊണ്ടുവന്നിങ്ങനെ ഇതിൽ കൊണ്ടുവരും, ട്രെയിനിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് മരിക്കാനുള്ളവരൊരു സൈഡിലേക്കും മറ്റുള്ളവർ മറ്റു സൈഡിലേക്കും, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഒരു സൈഡിലേക്കും. ചിത്രങ്ങൾ കാണണം. കുട്ടികളും അമ്മമാരൊക്കെ ഇങ്ങനെ പേടിച്ചരണ്ട് എന്താണ് അവർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നറിയില്ല. ഭർത്താവ് പോകുന്നു, അല്ലെങ്കിൽ മകൻ പോകുന്നു, അല്ലെങ്കിൽ മകൾ ആരോഗ്യവതിയാണെങ്കിൽ പോകുന്നു. എന്താണ് ജീവിതം എന്നറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടുപോകുന്നൊരു കാഴ്ച ഒന്ന്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പറഞ്ഞ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ തീരാത്ത കഥകളല്ലേ. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അവിടെയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എത്ര ജൂതന്മാരെയാണ് അദ്ദേഹം സേവ് ചെയ്തത് എന്നുള്ള കഥയാണ് അതിൽ പറയുന്നത്. ഓരോരുത്തരുടെയും ചിത്രങ്ങൾ സഹിതം അവിടെ വച്ചിട്ടുണ്ട്. അദ്ദേഹം രക്ഷപ്പെടുത്തിയ ആളുകളുടെ ചിത്രങ്ങൾ സഹിതം അവിടെ വച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് അവർ പറഞ്ഞൊരു ക്രാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ
ഏറ്റവും ബാഡായിട്ടുള്ളൊരു നാസി ക്യാമ്പിൽ നമ്മൾ പോകുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഞങ്ങളുടെ കൂടെ ഗൈഡായിട്ട് വന്ന ആ ലേഡിയുടെ അച്ചാച്ചൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ ഈ ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് ആരോഗ്യവാനായതായാലും കൊല്ലപ്പെട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ ആയിട്ട്. അവർ പറയായിരുന്നു അത് കഴിഞ്ഞ് റഷ്യൻ ഇൻവേഷൻ ഉണ്ടായി. 99% ക്രൂരരാണ് നാസികളെങ്കിൽ 100% ക്രൂരരായിരുന്നു സോവിയറ്റ് റഷ്യക്കാർ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് കമ്മ്യൂണിസം കൊണ്ടുവരുന്നു, എല്ലാവർക്കും ഒരുമ കൊണ്ടുവരുന്നു, എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നു, അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ പഠിച്ചിരിക്കുന്ന ചരിത്രങ്ങളിലും അങ്ങനെയാണ്. അവരുടെ സോവിയറ്റ് ഇൻവേഷൻ വന്നപ്പോഴേക്കും അവിടെ സ്വർഗരാജ്യം വന്നു എന്ന മട്ടിലാണ്. പക്ഷേ അനുഭവസ്ഥർ പറയുന്നത് 100% ക്രൂരരായിരുന്നു സോവിയറ്റുകാരെന്ന്. എനിക്കത് വിശ്വസിക്കാൻ സ്റ്റാലിനിസം എന്ന് ഇപ്പം നമ്മൾ പറയുന്നത് അങ്ങനെ മാറിയ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണല്ലോ. അതെ, പക്ഷേ അത് നമ്മൾ പഠിച്ച ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവരാണ് ഏറ്റവും കൂടുതൽ എന്താണ് നാസികളാണ് ഏറ്റവും കൂടുതൽ ക്രൂരന്മാരെന്ന് തോന്നും. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരോട് കലർപ്പില്ലാത്ത ആര്യൻ ബ്ലഡ് എന്നും പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ജൂതന്മാരെന്ന് പറഞ്ഞാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി കുറച്ചുണ്ട്, ട്രേഡിങ്ങിലാണെങ്കിലും എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അവസാനം ഞങ്ങൾ പോളണ്ടിൽ പോയപ്പോൾ ഒരു സ്ഥലത്ത് അവർ പറയായിരുന്നു 3 കെട്ടിടങ്ങൾ മാത്രമാണ് അവിടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്, ബാക്കിയെല്ലാം റീക്രിയേറ്റ് ചെയ്ത. എന്താണ് അജയ് ഒന്ന് കേൾക്കണം, നമ്മളുടെ ഇവിടെ റീക്രിയേഷൻ നടക്കുന്നുണ്ടോ? നമ്മുടെ തറവാട്ടുകളൊക്കെ ഇടിച്ചു നിരപ്പാക്കി നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചർ എങ്ങനെയിരുന്നു പഴയ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അത് പേപ്പറിൽ വരച്ച് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ച് ദേ ആർ റീക്രിയേറ്റിംഗ് ദ പാസ്റ്റ്, ദേ ആർ പ്രൗഡ് ഓഫ് ദ പാസ്റ്റ്. നമുക്കെന്താ അങ്ങനെയില്ലാത്ത? നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും നമ്മുടെ ആർക്കിടെക്ചറിനെ കുറിച്ചും നമ്മുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചും എന്തുകൊണ്ട് നമുക്ക് അഭിമാനമില്ല? പറയൂ. അല്ല, അത് തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ല ഇതിൻ്റെ ഈ അഭിമാനം വരുത്തുള്ളൂ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി അവർക്കൊരിക്കലും കഴിഞ്ഞ കാലം എന്നവർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്ന സാധനം അവരുടെ ഹിസ്റ്ററി അവരെ സംബന്ധിച്ച് ഇത്തിരി എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ നമ്മളുടെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഹിസ്റ്ററി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് മനസ്സിലാകാതായി പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം പലപ്പോഴും എല്ലാം പ്രതീകാത്മകമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഭാരതാംബ എന്നുള്ള സാധനം, ഈ ഭാരതാംബ എന്ന് ഈ ഭാരതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതുപോലും പ്രതീകാത്മകമാണ്. ഹിന്ദുസ്ഥാൻ മനസ്സിലായല്ലേ? അല്ല, ഈ ഭാരതം എന്ന് പറഞ്ഞാൽ ഭാസേതി, ചിരിക്കുന്ന രാജ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്രസന്നതയ്ക്ക് അല്ലെങ്കിൽ ചിരിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിലാണ് ഭാരതം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ ചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പല സംഗതികളും ഈ പറഞ്ഞതുപോലെ അസംബന്ധങ്ങളാണെന്ന് ചിലപ്പോൾ തോന്നിയെന്നിരിക്കാം. അങ്ങനെ പല ആചാരങ്ങളും ഉണ്ടാകുന്നിരിക്കാം. അതുപോലെ ഒന്നും വേണ്ട, നമ്മളുടെ ഖജുരാഹോ ഈ അടുത്ത കാലം വരെ ഇത് പോർണോഗ്രാഫിക് ശില്പങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന സംഗതികളാണ് അല്ലേ? അപ്പം അവിടെയാണ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിഫറൻസ് ഇരിക്കുന്നത്. ഒരു തരത്തിൽ വേണമെങ്കിൽ അതിന് നമുക്കൊരു പോർണോഗ്രാഫിക് ശില്പമായിട്ട് വേണേൽ കാണാം. ഇപ്പോഴും നമ്മൾ നെറ്റിൽ ഖജുരാഹോ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ഈ പോർണോ സൈറ്റുകൾ കയറി വരും. പക്ഷേ അതിൻ്റെ മറ്റൊരു തലത്തിൽ കാണുകയാണെങ്കിലോ അത് ഭാരതം മുമ്പോട്ട് വയ്ക്കുന്ന തത്വശാസ്ത്രത്തിൻ്റെ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ളൊരു പിക്ചറാണ് മുമ്പോട്ട് വയ്ക്കുന്ന സാധനം. അവിടെ ഓരോ സ്ഥലത്തും ഓരോ സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിലൊക്കെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങളുണ്ട്. നമുക്കിവിടെ ഒരു സ്ക്വയർ ഉണ്ടോ? നമുക്ക് ആരാണ് നമ്മളെ മുന്നോട്ട് നയിച്ച? കേരളത്തിൽ ആര് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു? അവർക്ക് വേണ്ടിയിട്ടൊരു മോണ്യുമെൻറ്റ്സ് എല്ലാ സിറ്റികളിലും നമുക്കുണ്ടോ? ഒരു ഗാന്ധിജിയെക്കുറിച്ച് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചറിയാം, അല്ലെങ്കിൽ അംബേദ്കർജിയെ കുറിച്ചറിയാം. അല്ലാണ്ട് ലോക്കലായിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് നമുക്ക് ഒരു ചിത്രം പോലും ലഭ്യമാണോ? അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ലോക്കൽ നേതാക്കന്മാരിലേക്ക് പോയി തളയേണ്ട ആവശ്യവുമില്ല. അതാണ് നമ്മളുടെ ഇപ്പം പിന്നെ പടിഞ്ഞാറിൻ്റെ ചരിത്രവും നമ്മളുടെ ചരിത്രവും തമ്മിലുള്ളൊരു വ്യത്യാസം അതാണ്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം ചരിത്ര പുരുഷന്മാരിൽ നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് കാലത്തിൻ്റെ ഒരു ഗതിയിൽപ്പെടുന്ന സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ കഴിയണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ പറഞ്ഞ ചരിത്ര പുരുഷന്മാരിലൂടെ എന്താണ് പുറത്തേക്ക് വന്നിരുന്നത്. ഇപ്പം പടിഞ്ഞാറുള്ള ചരിത്ര പുരുഷന്മാരുടെ
അവരുടെ ഒരു സാമൂഹികമായ സംഗതിയാണ്, സമൂഹത്തെ മോചിപ്പിക്കുന്ന സംഗതിയാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് വ്യക്തിയുടെ മോചനമാണ് പ്രാധാന്യം വരുന്നത്. ഒരു കാര്യം വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, ഇനി ഞാൻ ഇവിടെ ഒരു ഭാരത ബന്ദ് കേരളത്തിൽ നടന്നല്ലോ, അതിന് വലിയ ട്രോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭാരതപ്പുഴ കേരളത്തിൽ ഒഴുകുന്ന പോലെ ഭാരത ബന്ധം കേരളത്തിൽ മാത്രം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോവിയറ്റുകാരായിരുന്നു ഏറ്റവും ദുഷ്ടന്മാർ, 100% ദുഷ്ടതയുടെ പര്യായമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് മിനിങ്ങാന്ന് എനിക്ക് തോന്നിയത്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ വരെ കയറരുതെന്ന് പറഞ്ഞ് തടയുകയാണ്, വരണ്ട നാളെ ജോലിക്ക്. അവരുടെ വീട്ടിലും വിശന്നിരിക്കുന്ന ഒരു കുഞ്ഞില്ലേ, ഒരു വിശന്നിരിക്കുന്ന ഒരു അമ്മൂമ്മയില്ലേ, ദിവസക്കൂലിക്കാരാണ്. ഇങ്ങനെയാണോ ഒരു പണിമുടക്ക് നടത്തേണ്ടത്? എന്നിട്ട് ശിവൻകുട്ടി സഖാവ് പറയാണ്, 6 മാസം മുമ്പ് പറഞ്ഞതാണ്, എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റാണ്, അമ്മയുടെ ഞങ്ങൾ കുഞ്ഞായിരിക്കും പറയും, അമ്മയ്ക്ക് ഇവിടെ 9 to 5 ജോലി ചെയ്താൽ പോരെ അമ്മേ, ബാക്കി സമയം ഞങ്ങളുടെ കൂടെ ഇരിക്കരുത്. അപ്പം അമ്മ പറയും, മോളെ പ്രസവ സമയം ദൈവം തീരുമാനിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് വലുതാകുമ്പോൾ മനസ്സിലാവുന്നു. അതുപോലെ ഒരു ഗർഭിണിക്ക് നേരത്തെ പ്രസവ വേദന തുടങ്ങിക്കൂടെ? ആ കുഞ്ഞിനെ അറിയില്ലല്ലോ, എനിക്കിപ്പോൾ പുറത്ത് വരാൻ പാടില്ല, പിണറായി സഖാവ് ഇന്ന് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുഞ്ഞിനെ അറിയില്ലല്ലോ. അവിടെയാണ് നേരത്തെ പത്മജ ചോദിച്ചതിന് ഉത്തരം കിടക്കുന്നത്. കാര്യം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലൂടെയാണ് അവർ കാണുന്നത്, പാശ്ചാത്യ കാഴ്ചപ്പാടുള്ള കാണുക ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ വ്യക്തി ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഓടിക്കുന്ന ഒരാളുടെ വിശപ്പറിയണമെങ്കിൽ വിശപ്പ് വ്യക്തിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തിയിലൂടെ നമ്മൾ സമൂഹത്തെ കാണുമ്പോഴാണ്, അതാണ് നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഭാരതം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു സംസ്കൃതി, ഇപ്പോൾ ഗാന്ധിജിയൊക്കെ മുമ്പോട്ട് വെച്ച ഒരു സംസ്കൃതി എന്ന് പറയുന്നതാണ് വ്യക്തിയിലൂടെ സമൂഹത്തെയും രാഷ്ട്രത്തെയും ലോകത്തെയും അറിയുക. സോഷ്യലിസം എന്താന്ന് പറഞ്ഞു തരും. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അതൊരു, അപ്പൊ അതായത് കുറെ പേര് പട്ടിണി കിടക്കുക, കുറെ പേര് റോഡിൽ പ്രസവിക്കുക, കുറെ പേര്, അതാണോ സോഷ്യലിസം? പിണറായി സഖാവ് അമേരിക്കയിലേക്ക് പോവുക, ഇവിടുത്തെ നമ്പർ 1 ചികിത്സ പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത് 24 മണിക്കൂർ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് അമേരിക്കയിൽ പോവുക. ഇതാണോ സോഷ്യലിസം? ഇതാണോ നമ്പർ 1 കേരളം? വളരെ അമൂർത്തവും അവ്യക്തവുമായ ഒരു സങ്കല്പമാണ്. അതായത് മനുഷ്യന് വെറും ഈ വിശപ്പും ഊണും ഉറക്കവും പ്രത്യുൽപാദനവും മാത്രമേ മനുഷ്യൻ്റെ ധർമ്മമുള്ളൂ എന്ന് വിചാരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നുള്ള അതിൻ്റെ സംഗതിയാണ്, വീതിച്ചു കൊടുക്കുക എന്നുള്ള സംഗതിയാണ്. അതല്ല എത്ര ഇവിടെ ഇപ്പം പണ്ട് ഡോക്ടർ KM രാജ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ CPM-കാരെടുത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത് ദേഷ്യപ്പെട്ടൊരു സംഗതിയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പം വീതിക്കാനേ അറിയാവുള്ളൂ, ഉണ്ടാക്കാൻ അറിയില്ല, അത്രയുള്ള സംഗതി. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാക്കുന്ന അപ്പം സ്വയമായിട്ട് വീതിക്കുക. ഇപ്പൊ ഒരു സ്വയം അപ്പം അല്ല വീതിക്കുന്നില്ല, ഒരു സ്വയം ഒപ്പം ഉണ്ടാക്കുന്നു, ഉപയോഗിക്കുന്നു, അതന്നെ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നു. ബാക്കി ഇത്രയും വയലന്റ് ആയിട്ടുള്ളൊരു സമരം ഈ അടുത്ത സമയത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? സ്ത്രീകൾക്ക് നേരെ പോലും ഓഫീസിൽ ഇപ്പം ഇവർക്ക് ജോലി ചെയ്യണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള അവകാശം ആര് കൊടുക്കുന്നു? അത് ശരിയാണോ? ഇവരെല്ലാം ഈ PR ഏജൻസി സ്ട്രാറ്റജിസ്റ്റുകളുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇപ്പം കേരളത്തിലെ CPM ഒക്കെ നീങ്ങുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 13 വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ 18 വയസ്സുള്ള വോട്ടേഴ്സാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വളരെയധികം വയലൻസിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചെറുപ്പക്കാരുടെ വോട്ട് നമ്മൾ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വയലൻസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ സിനിമകളൊക്കെ എന്ത് വയലൻസ്, അതുകൊണ്ട് അതെ സിനിമയൊക്കെ സ്പാനർ വെച്ചൊക്കെ അല്ലേ? അതെ അതെ, അതൊക്കെ കണ്ടു വളരുന്ന ചോര കണ്ടു വളരുന്ന കുട്ടികൾക്ക് അത് കാണാൻ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ CPM ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ ഇതുപോലത്തെ 6 മാസം മുമ്പ് അനൗൺസ് ചെയ്തിട്ടുള്ള സമരങ്ങൾ ദയവ് ചെയ്ത് ഇവരെ ഒഴിവാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം 6 മാസം മുമ്പ് പറഞ്ഞാലും നമുക്ക് ദൈവം വിളിക്കുന്ന സമയത്ത് പ്രസവിക്കണം, ദൈവം വിളിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ പോകണം, ദൈവം വിളിക്കുന്ന സമയത്ത് പല പല ആവശ്യങ്ങളുണ്ടാവും. വിശപ്പിൻ്റെ വിളി അറിയുന്നവരെ കൂടെ നിങ്ങൾ ആലോചിക്കണം. ഇവർക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, അവർക്ക് പിന്നെന്താ? പിന്നെ ശിവൻകുട്ടി സഖാവ് നടക്കണ കണ്ടില്ലേ? ഞാൻ നടന്നു, ബാക്കി ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. ബാക്കി ആരും വീട്ടിൽ നിന്ന് സ്കൂട്ടർ പോലും എടുക്കാൻ നടക്കാൻ പോലും പാടില്ല. 30 പേരുടെ സംഘത്തിനോടൊപ്പമാണ് അദ്ദേഹം നടന്നത്. ശിവൻകുട്ടിയുടെ ഒന്നും കുഴപ്പമില്ല, അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനാണ്. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോകും. അപ്പം നമുക്ക് 30 പേർക്ക് ഒരുമിച്ച് പോയാൽ ഇവർ സമ്മതിക്കുമോ? ശിവൻകുട്ടി സഖാവിൻ്റെ കൂടെ പോയ പോലെ ഞങ്ങൾ 30 പേര് പോയാൽ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രശ്നമാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.